തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതോടെ യാത്രക്കാർ കടുത്ത ദുരിതത്തിലാണ്. നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കരിപ്പൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ആഭ്യന്തര സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി എയർ ഇന്ത്യ ജീവനക്കാർ പണിമുടക്കുന്നതായിട്ടാണ് സൂചന. എയർ ഇന്ത്യ നടപടിയിൽ പ്രതിഷേധിച്ച് മിക്കയിടത്തും യാത്രക്കാർ വലിയ തോതിൽ പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ പ്രതിഷേധമാണ് വിമാനത്താവളങ്ങളിൽ ഉണ്ടാവുന്നത്. പലരും അടിയന്തര യാത്രക്കാരാണ്. ഇന്നു തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങിയെത്തേണ്ടവരാണ്. വിസ കാലാവധി കഴിയുന്നവരുണ്ട്, തൊഴിൽ ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഒരു മറുപടി നൽകാൻ ഇതുവരെയും എയർ ഇന്ത്യക്ക് കഴിയുന്നില്ല. അല്പസമയം മുമ്പ് എയർ ഇന്ത്യ മാനേജ്മെന്റ് ഒരു വാർത്താക്കുറിപ്പിൽ ഇറക്കുന്നു. ജീവനക്കാരുടെ ആരോഗ്യ പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ നേരത്തെ തന്നെ അവരുടെ സമരത്തിന് തയ്യാറെടുത്തിരുന്നു എന്നതാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് അവർ തൊഴിൽ മന്ത്രാലയത്തിനടക്കം പരാതികൾ നൽകിയിരുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള കത്തിടപാടുകൾ എയർ ഇന്ത്യ മാനേജ്മെന്റുമായി നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണം ജീവനക്കാരുടെ സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. അനാവശ്യമായി പിരിച്ചുവിടുന്നു, സ്വജനപക്ഷപാതം കാട്ടുന്നു, ഒപ്പം തന്നെ ശമ്പളം വെട്ടിച്ചുരുക്കുന്നു അടക്കമുള്ള വലിയ ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് പോകും. ഷാർജയിലേക്കാണ്ട് പോകുന്ന ഫ്ലൈറ്റ് ബോർഡിംഗ് പാസ് കിട്ടി, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ വരുന്നത് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ആളുകൾ ഭയങ്കര പ്രശ്നത്തിലാണുള്ളത്. ഒന്നാമത്തെ കാര്യം, അവരെല്ലാ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം ക്ലിയറൻസ് ചെയ്തു. പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്യാബിൻ ക്രൂവിൻ്റെ സ്ട്രൈക്ക് നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റൊക്കെ ഓപ്പറേഷൻ റീസൺ കാരണം ക്യാൻസൽ ആക്കിയാണ്. നാളെ ജോലിക്ക് പങ്കെടുക്കേണ്ടവരുണ്ട്, നാളെ വിസ ക്യാൻസൽ ആകുന്നവരുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നം അതൊക്കെ ഇവിടെ അസ്തമിക്കുകയാണ്. ഇനി എന്താണ് അവർക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. ഇപ്പോൾ ഈ ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് എയർ ഇന്ത്യ ക്യാൻസൽ ആക്കിയതിനു ശേഷം നിങ്ങൾ എത്ര പേഴ്സന്റെ ടിക്കറ്റ് എടുത്തതാണ്? ഇപ്പം 37,000 രൂപ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. ഞാൻ അബുദാബിക്ക് എടുത്തതാണ് ആദ്യം എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിറ്റുവേഷൻ രണ്ടും ഡിലേ ആണ്. അന്നേരം അബുദാബിക്കുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്യാമെന്നൊരു പറയുന്നു. അവിടെ താഴെ അടി നടക്കുക. ഞാൻ അപ്പോഴത്തേക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ട്. അവർ പറഞ്ഞു ഇപ്പം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തു, 37,000 രൂപ കൊടുത്തു, ടിക്കറ്റ് എടുത്തു. ഈ ഫ്ലൈറ്റിന് പോകണ്ടേ, നാളെ രാവിലെ ജോലിക്ക് കയറേണ്ടതാണ്. കമ്പനിയിൽ നിന്ന് നാളെ എപ്പം ജോയിൻ ചെയ്യുന്നതുകൊണ്ട് മെസ്സേജ് വന്ന് നമ്മൾ അതെ ഇപ്പം നേരത്തെ പറഞ്ഞ് 12:40 കിട്ടുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 1 മണിക്കെന്ന് പറഞ്ഞു. പിന്നെ അബദ്ധത്തിൽ എങ്ങനെ ഒരു കാരുണ്യത്തിലൊരു ബ്രെഡും ഇതൊക്കെ തന്നു, അത്രയെങ്കിലും അവർ ചെയ്തു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. പ്രശ്നത്തിൽ ഇപ്പോൾ ആൾക്കാർ ചാവേറാകാൻ പോകുന്നുണ്ട്. അബദ്ധത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, അവനെന്തൊരു പോലീസ് കേസിൽ എന്തൊരു പെടുകയും ചെയ്യും. ഇതാണ് നമ്മൾ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്, ഒപ്പം നെടുമ്പാശ്ശേരിയിൽ ഡാനി പോൾ ഉണ്ട്, ഒപ്പം കരിപ്പൂരിൽ CV അനുമോദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഡാൻ, തിരുവനന്തപുരത്തെ പ്രതിഷേധം നമ്മൾ രാവിലെ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ആളുകൾ ഈ ബുദ്ധിമുട്ടുകളുമായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണോ? സജിത്ത്, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിലവിൽ സ്ഥിതി ശാന്തമാണ്. യാത്രക്കാരെല്ലാം ഇവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു. വിരലിലുണ്ടാവുന്ന യാത്രക്കാർ മാത്രം അവർ ജീവനക്കാരുമായി അധികൃതരുമായി അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പ്രതികരണങ്ങൾ തരാൻ വേണ്ടി ആരും ഇതുവരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഇവിടെ നേരത്തെ തന്നെ അത്തരത്തിലൊരു സംഘടിതമായ പ്രതിഷേധം അധിക സമയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ജീവനക്കാർ അവരെ ഇടപെട്ട് സംസാരിച്ച് അനുനയ നീക്കങ്ങൾക്ക് ശേഷം അവരെല്ലാം മടങ്ങിപ്പോയിരിക്കുകയാണ്. റീഫണ്ട് ചെയ്യും എന്ന കൃത്യമായ നിർദ്ദേശം ഉറപ്പാണ് യാത്രക്കാർക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യങ്ങൾ വിമാനത്താവളത്തിൽ വെച്ച് ജീവനക്കാർ യാത്രക്കാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ദിവസം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് സൗകര്യം ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എയർ ഇന്ത്യ ജീവനക്കാർ പണിമുടക്കുന്ന സാഹചര്യം വന്നത്. അതിൻ്റെ പേരിൽ അത്യാവശ്യമായി ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന 653 യാത്രക്കാരുടെ യാത്രയാണ് റദ്ദ് ചെയ്യേണ്ടി വന്നത്, അടിയന്തരമായി റദ്ദ് ചെയ്യേണ്ടി വന്നതെന്നാണ് തിരുവനന്തപുരത്ത് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും സമാനമായ തരത്തിൽ ഈ വിമാനം സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ കൃത്യമായി ഓൺലൈനിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ലൈവ് സ്റ്റാറ്റസ് വിവരങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാനായി വരാവൂ എന്ന നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യയുടെയായി പുറത്തു വന്നിരിക്കുന്നത്. സജിത്ത്.
ഡാൻ തുടരുക. ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ. ഡാനി മുമ്പ് പ്രേക്ഷകരെ കാണിച്ചപ്പോൾ വലിയ തിരക്കും ബഹളവും അവിടെ ദൃശ്യമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അവിടെ എന്താണ്? ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പ്രകാരം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന 5 എയർ ഇന്ത്യ വിമാനങ്ങളും ഇങ്ങോട്ടേക്ക് വരേണ്ട 5 എയർ ഇന്ത്യ വിമാനങ്ങളും റദ്ദാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 10 വിമാനങ്ങളാണ് കൊച്ചി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട് റദ്ദാക്കപ്പെടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ മാനേജ്മെന്റ് ജീവനക്കാരുമായി ഈ യാത്രക്കാരുമായി സംസാരിച്ച് അവരെ അനുനയിക്കുന്നുണ്ടോ ഇപ്പോൾ? സജിത്ത്, നിലവിലെ അന്തരീക്ഷം ഇപ്പോൾ വിമാനത്താവളത്തിൽ ശാന്തമാണ്. കാരണം യാത്രക്കാരുടെ പ്രതിഷേധങ്ങൾ തുടക്കത്തിലുണ്ടായതുപോലെ ഇപ്പോഴില്ല എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ആദ്യഘട്ടത്തിൽ ആരും തന്നെ ഇത് സംബന്ധിച്ച അനിശ്ചിതത്വം സംബന്ധിച്ച് ഒരു ഉത്തരവും നൽകാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് പലരും രോഷാകുലരായത്. ഇപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ മാസം അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ അവർക്ക് ടിക്കറ്റുകൾ നൽകാം, മറ്റ് ബദൽ സംവിധാനം ഒരുക്കി ടിക്കറ്റുകൾ നൽകാമെന്നതാണ് അവർക്ക് നൽകിയിരിക്കുന്ന ഈ ഉറപ്പിനെ തുടർന്നാണ് അവർക്ക് തിരിച്ചു പോയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ സമരം, മിന്നൽ പണിമുടക്ക് അത് തുടരുമോ എന്നതാണ്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമരം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടില്ല, ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടിയുള്ള ഒരു തീരുമാനം എന്താകും എന്നത് ആശ്രയിച്ചിരിക്കും ഇവർക്ക് ഇനിയുള്ള ദിവസത്തേക്ക് നൽകുന്ന ടിക്കറ്റ് സംബന്ധിയായി നൽകുന്ന ഉറപ്പുകൾ. അത് ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെ എത്തിയ പലർക്കും തന്നെയും ഇന്ന് തന്നെ അവിടെ എത്തേണ്ട, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലടക്കം ജോലി ചെയ്യുന്നവർക്ക് എല്ലാം തന്നെ ഇന്ന് തന്നെ അവിടെ എത്തേണ്ട കാര്യങ്ങളുണ്ട്. വിസ കാലാവധി അടക്കം, അവർ ജോലി സംബന്ധമായ കാര്യങ്ങളടക്കം, അങ്ങനെ പല കാര്യങ്ങൾക്കും അവർക്ക് നിർബന്ധമായി എത്തേണ്ടവരുണ്ട്. അവരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വെട്ടിലായിരിക്കുന്നത്. കൃത്യമായി പോകാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നിൽക്കാം എന്ന് കരുതി ഈ കൃത്യമായ ആ ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്തവർ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്നത് മറ്റ് വിമാന സർവീസുകൾ, വിമാന കമ്പനികളെ ആശ്രയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വൻ തുകയ്ക്കാണ് ടിക്കറ്റ് വാങ്ങേണ്ടി വന്നിരിക്കുന്നത്. പലരും ഇത് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, വലിയ രീതിയിൽ തുക നഷ്ടം വന്നിരിക്കുന്നു എന്നത്. പക്ഷേ തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് അതെല്ലാം സഹിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിക്ക് ആരും ഉത്തരം നൽകുന്നില്ല എന്നത് കടുത്ത നിരാശയോടുകൂടി അവർ പറയുകയും ചെയ്യുന്നു. ഇന്ന് കൊച്ചിയിൽ നിന്ന് റദ്ദാക്കിയ വിമാനങ്ങൾ ഇവയാണ്. 2:05 പുലർച്ചെ 2:05 പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചി ഷാർജ, 7 മണിക്കുള്ള കൊച്ചി ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ 8 മണിക്ക് പുറപ്പെടേണ്ട കൊച്ചി ബഹ്റിൻ, 8:35 കൊച്ചി ദമാം, അതോടൊപ്പം 8:50 പുറപ്പെടേണ്ട കൊച്ചി മസ്കറ്റ് എന്നിവ കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടതാണ്. ഈ വിമാനങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലേക്കുള്ള റദ്ദു ചെയ്ത വിമാനങ്ങൾ ഷാർജയിൽ നിന്നുള്ള 11:50 എത്തേണ്ട വിമാനവും, വൈകിട്ട് 5:45 എത്തേണ്ട മസ്കറ്റിൽ നിന്നുള്ള വിമാനവും, 6 മണിക്ക് എത്തേണ്ട ബാംഗ്ലൂരിൽ നിന്നുള്ള വിമാനവും, അതോടൊപ്പം തന്നെ 6:30 ബഹ്റിനിൽ നിന്നുള്ളതും 7:10 ദമാമിൽ നിന്ന് എത്തേണ്ടതുമായ വിമാനങ്ങളാണ് ഇവിടെ റദ്ദു ചെയ്തതായിട്ട് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് 1:30 എയർ ഇന്ത്യ എക്സ്പ്രസ്, അത് ദുബായ്ക്കുള്ളതാണ്. ആ ദുബായ്ക്കുള്ള വിമാനത്തിലേക്കുള്ള ചെക്ക് ഇൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഷെഡ്യൂൾഡ് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതുവരെയും വിമാനം റദ്ദു ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഷെഡ്യൂൾഡ് എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ രാവിലെ പുറപ്പെടേണ്ടിരുന്ന വിമാനങ്ങളുടെ ഈ രീതിയും ഇത് തന്നെയായിരുന്നു, ഷെഡ്യൂൾഡ് ആയിരുന്നു. ചെക്ക് ഇൻ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് പിന്നീട് വിമാനം റദ്ദു ചെയ്തതായുള്ള അറിയിപ്പുകൾ വന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള വിമാന സർവീസിന്റെ കാര്യത്തിൽ തീർച്ചയായും ഒരു അനിശ്ചിതത്വമുണ്ട്. ആദ്യത്തെ വിമാനങ്ങൾ പോയ രീതി കണക്കിലെടുക്കുമ്പോൾ, റദ്ദു ചെയ്ത രീതി കണക്കിലെടുക്കുമ്പോൾ ഷെഡ്യൂളിൽ നിന്ന് വരികയും ചെക്ക് ഇൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്കുള്ള വിമാനം അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും അതിലേക്കുള്ള യാത്രക്കാരുടെ ചെക്ക് ഇൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും അവർക്ക് മറ്റ് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടുമില്ല. സജിത്ത, അതാണ് സാഹചര്യം. കൊച്ചിയിലെ സാഹചര്യം അതാണ്. നമ്മൾ വീണ്ടും കരിപ്പൂരേക്ക് പോകുമ്പോൾ അനുമോദുണ്ട് അവിടെ. അനുമോദ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരവധി യാത്രക്കാർ പോകുന്ന ഇടമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി. എന്താണ് അവിടുത്തെ സാഹചര്യം? എയർ ഇന്ത്യ സർവീസുകൾ മുടങ്ങിയത് എങ്ങനെ ബാധിച്ചു? സജിത്ത്, നമുക്കറിയാം മലബാറിൽ ഏറ്റവും അധികം യാത്രക്കാര് വിമാന യാത്രയ്ക്ക് ആശ്രയിക്കുന്ന ഇടമാണ്. അതാണ് കരിപ്പൂരെ സാഹചര്യം. അതാണ്. അനുമോദിലേക്ക് മടങ്ങി വരാം. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ വിമാനത്താവളങ്ങളിലായി നിരവധി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. യാത്രക്കാരോട് ഇപ്പോൾ മാനേജ്മെന്റ്, എയർ ഇന്ത്യ മാനേജ്മെന്റ് ഖേദമറിയിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നതാണ്. പക്ഷേ
സാധാരണ രീതിയിൽ മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടാൽ യാത്രക്കാർക്ക് ചെയ്തു നൽകേണ്ട സൗകര്യങ്ങളൊന്നും എയർ ഇന്ത്യ മാനേജ്മെന്റ് ഇതുവരെയും നൽകിയിട്ടില്ല എന്നതാണ് സാഹചര്യം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരുക്കുക എന്നതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്, സ്വാഭാവിക നടപടിയാണ്. പക്ഷേ അതിലേക്കൊന്നും ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. അനുമോദ് തുടരുന്നു. അനുമോദ്, എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12ഓളം വിമാനങ്ങളാണ് എയർ ഇന്ത്യയുടെ ഇവിടെ നിന്നും റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം പുലർച്ചെ മുതൽ പോകേണ്ട യാത്രക്കാർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ആർക്കും തന്നെ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു യാത്ര റീഷെഡ്യൂൾ ചെയ്യാനുള്ള നിർദ്ദേശമാണ് യാത്രക്കാർക്ക് പലർക്കും ഇവർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാരണം ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടോ കൂടുതൽ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്രക്കാർ പലരും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇനി എന്നേക്ക് ഇവർക്ക് ടിക്കറ്റ് നൽകുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പലർക്കും ഇന്ന് ജോലിക്ക് എത്തേണ്ടവരുണ്ട്. അത് കൂടുതൽ കാശ് കൊടുത്ത് പലരും മറ്റു വിമാനങ്ങളിൽ പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത്തരത്തിൽ റീഷെഡ്യൂൾ ചെയ്തതാണെങ്കിൽ 10-ാം തീയതിക്ക് ശേഷമാണ് ഇവിടെ പലർക്കും അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഇവിടെ സ്ഥിതി ശാന്തമാണ്. പക്ഷേ 2 മണിക്കൂർ മുമ്പ് സാഹചര്യങ്ങൾ അത്തരത്തിലായിരുന്നില്ല. വലിയ ഒരു പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാം. എന്താ ചേട്ടാ നിങ്ങളെന്താ പറഞ്ഞു? ട്രിവാൻഡ്രത്ത് വേറെ ഫ്ലൈറ്റിലേക്ക് ആൾക്കാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് ചോദിക്കാൻ വേണ്ടി പോവാം. നിങ്ങളിത് പോകണ്ടായിരുന്നു? ഇന്ന് പോകേണ്ടതാണ്, അർജന്റായിട്ട് എത്തണം. ഇപ്പോൾ വേറെ ഫ്ലൈറ്റിലേക്ക് ആക്കി ഇവർക്ക് അങ്ങനെ സംവിധാനം ഉണ്ടോ? ഇപ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ലല്ലോ, അത് ചോദിക്കാൻ വേണ്ടി പോവാം. അതാണ് അതായത് തിരുവനന്തപുരത്തുള്ള എയർ ഇന്ത്യ യാത്രക്കാരെ മറ്റു വിമാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് യാത്രക്കാർ. നമുക്ക് എയർ ഇന്ത്യയുടെ കൗണ്ടറുകളാണ് ഇവിടെ യാത്രക്കാർ പലരും കാത്തു നിൽക്കുന്നത് കാണാം. പലരും സംസാരിക്കാൻ വേണ്ടിയതാണ്. കാരണം രാവിലെ മുതൽ ഈ ഒരു പ്രതിഷേധത്തിലാണ് പലരും ഉണ്ടായിരുന്നത്. ചേട്ടന് ഇന്ന് പോകേണ്ടതായിരുന്നു അല്ലേ? സിസ്റ്ററായിരുന്നു. അപ്പൊ വരച്ചിട്ട് വന്നതായിരുന്നു. മിനിയാന്ന് വന്നതാണ്. 2 ദിവസം റിട്ടേൺ ഒക്കെ എടുത്ത് വന്നതാണ്. കുട്ടികളെ അവിടെ ഇറക്കിയിട്ട് വന്നതാണ്. സിസ്റ്റർ കയറ്റിയത് അവര് ഒരു രാവിലെ തീരെ ഉത്തരവാദിത്ത രീതിയിലാണ് അവർ സംസാരിച്ചത്. ചോദിക്കുന്നതിനനുസരിച്ചല്ല മറുപടി തന്നത്. അവര് നെവറാക്കി ചിരിച്ചു കൊണ്ടിട്ട് ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ കൈമലത്ത് നിങ്ങൾ ക്യാൻസൽ വേണമെങ്കിൽ ക്യാൻസലാക്കാം, വേറെ ടിക്കറ്റ് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. രാവിലെ ഇവിടെ കണ്ടമാനം ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെല്ലാം കയറ്റിവിടാൻ വന്നതും അങ്ങനെ പല പ്രശ്നങ്ങളും അവര് ഒന്നും അത് കറക്റ്റ് പറയുന്നില്ല. ചിലപ്പോൾ 10-ന് ശേഷം എന്ന് പറയുന്നു. അപ്പോൾ ചിലവർക്കെല്ലാം അർജന്റ് ക്യാൻസൽ. പക്ഷേ ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് നോക്കിയപ്പോൾ റേറ്റ് നല്ല ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ടാക്സി ചാർജ് വേറെ നല്ല വേറെ ഈ 10-15 രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. രാവിലെ നോക്കിയാൽ ഇവിടെ വന്ന് സമരം നോക്കിയപ്പോൾ സ്പൈസ് ജെറ്റിന് 34 കണ്ടത് ഇപ്പം 45 സെയിൽ പോകും. ടിക്കറ്റ് ചെമ്പി. സാധാരണക്കാരൻ മാക്സിമം വളരെ വളരെ മോശമായ രീതിയിൽ സമരമാണ് ചെയ്തത്. അവർക്ക് ഇന്നലെ കൺഫേം ചെയ്ത് ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 മണിക്കൊന്നും ഇവിടെ വന്ന് നിൽക്കേണ്ടിയിരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് വരുന്നതാണ്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തന്നെ അല്ലാതൊരു ബുദ്ധിമുട്ടുള്ള പോകാൻ പറ്റുന്ന അറിയും ചെയ്യുന്നത്. അതാണ് അതിൽ വലിയ സംഗതി. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു തരത്തിൽ യാത്ര റദ്ദാക്കപ്പെടുന്നത് മാത്രമല്ല പലരുടെയും വിസയുടെ കാലാവധി വരെ തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഫോണിലാണ്. യാത്ര എന്താണ് അങ്ങയുടെ വിസയുടെ വിസ ഇന്ന് തീരുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനാകില്ല, ഒരു ഓപ്ഷനും ഒരു സൊല്യൂഷനും ഇല്ലാത്തൊരവസ്ഥയിലെത്തിപ്പോയി. അവരോട് ചോദിച്ചാൽ നിങ്ങൾ വേറെ ഫ്ലൈറ്റ് എനിക്ക് ഇന്ന് ഇറങ്ങണ്ടേ, ഇന്ന് 12 എൻ്റെ വിസ ക്യാൻസലാവും. അതിന് യാതൊരു ഓപ്ഷനും ഒരിക്കലില്ല, സൊല്യൂഷനും ഇല്ല. ഒന്ന് ചെയ്യുന്ന അറിയാതെ പെരുവഴിയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് പോകാത്തത്. വന്ന വണ്ടിക്കാരനൊക്കെ ഞാൻ തിരിച്ചു വിട്ട് ഇതിൻ്റെ എന്തെങ്കിലും അറിയോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ജോലിയെ ബാധിക്കുന്നില്ല, വിസയില്ല, ഇനി പോകാനാകില്ലല്ലോ. ജോലിയെ ബാധിച്ച് പുതിയ വിസ എടുക്കുന്നത്. വിസ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനാകില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനേ ആകുക. അത്ര ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി പ്രതികരണം എയർ ഇന്ത്യ ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു മറുപടിയില്ല. ഒരു റീഫണ്ട് ചെയ്യാം, ഡേറ്റ് ചേഞ്ച് ചെയ്യാം, അത്ര തന്നെ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഇന്ന് 12 മണിക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നല്ല നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംവിധാനങ്ങളും ഒരു എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ചെയ്തു തരുന്നില്ല. ഒരിക്കലും ഓപ്ഷനില്ല, സൊല്യൂഷനും ഇല്ല. അതാണ് ഇവരുടെ ഒരവസ്ഥ കണ്ടത്. കാരണം വിസ ഇന്ന് തീരാൻ പോകുന്ന ദിവസം അതുകൊണ്ട് തന്നെ ഇന്ന് അവിടേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ പോകാനുള്ള വഴിയില്ല. ഇനി ഏത് വിമാനത്തിൽ പോകുമെന്നറിയില്ല.
മറ്റിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിലാണെങ്കിൽ വിമാനത്തിൻ്റെ ചാർജ് 20,000-അടുത്ത് ഏറിയ അവസ്ഥ. ചുരുക്കത്തിൽ കരിപ്പൂരിലെത്തിയ യാത്രക്കാരിൽ എല്ലാവരും ഈ ഒരു പ്രതിസന്ധിയിൽ വട്ടം തിരിയുകയാണ്, വലിഞ്ഞിരിക്കുകയാണ്. പലരും പ്രതിഷേധിച്ച് ഫലമില്ലാത്തതിനാൽ തിരിച്ചു പോയിരിക്കുകയാണ്. മറ്റു ചിലർ എങ്ങനെയെങ്കിലും തിരിച്ച് എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ ഇവിടെ തന്നെ തുടരുന്നു, ഏതെങ്കിലും വഴി കാണുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ തുടരുന്നു. അതാണ് കരിപ്പൂരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ചിത്രം. അനുമോദ്, എന്തായാലും കരിപ്പൂർ ഒന്നുകൂടെ തുടരുക. അനുമോദിലേക്ക് തിരികെ വരാം. ഇപ്പോൾ നൌഷാദ്, അൽസാദ് ട്രാവൽസിന്റെ നൌഷാദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നൌഷാദ്, ഈ ജീവനക്കാരുടെ പ്രതിഷേധത്തിന് കൃത്യമായ കാരണം അവർ ഉന്നയിക്കുന്നുണ്ട്. മാനേജ്മെന്റും ജീവനക്കാരുടെ സംഘടനയുമായി നേരത്തെ തന്നെ ചില കത്തിടപാടുകളും നീക്കങ്ങളും നടന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു മുന്നറിയിപ്പില്ലാത്ത സമരമായി നമുക്ക് പറയാൻ വയ്യുമോ? ഇതിൽ മാനേജ്മെന്റിന്റെ ഒരു പാളിച്ചയാണോ സംഭവിച്ചത്? അത് ചില സംഗതികളിൽ പാളിച്ച സംഭവിച്ചു ചോദിച്ചാൽ ചില സംഗതികൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ നൌഷാദുമായി ടെലിഫോൺ സാങ്കേതിക പ്രശ്നം. എന്തായാലും നമുക്ക് ജീവനക്കാരുടെ സംഘടനകളും ഈ മാനേജ്മെൻറ്റുമായുള്ള ഇടപാടുകൾ നേരത്തെ തന്നെ നടന്നിരുന്നു. ജീവനക്കാർ ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് എയർ ട്രാവലുകളെ അപേക്ഷിച്ച് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് ശമ്പളത്തിൽ വലിയ അന്തരമുണ്ടാക്കുന്നുണ്ട് എന്ന പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഡാനി ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം മറ്റെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ജീവനക്കാരെ അവിടെ യാത്ര മുടങ്ങിയ യാത്രക്കാരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ എയർ ഇന്ത്യ മാനേജ്മെൻറ്റും ഈ യാത്രക്കാരും തമ്മിൽ എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടോ? സജ്ജത്ത്, നിലവിൽ ഇപ്പോൾ അത്തരമൊരു തർക്ക സാധ്യതയോ സാഹചര്യമോ ഇല്ല. കാരണം യാത്രക്കാർ രാവിലെ ഉണ്ടായിരുന്ന 8:50 വരെയായിരുന്നു വിമാനങ്ങളുടെ ഒരു സമയം നോക്കുകയാണെങ്കിൽ റദ്ദ് ചെയ്തത്. ഇതുവരെ ഇപ്പോൾ യാത്രക്കാരെല്ലാവരും തന്നെ പലരും തന്നെയും പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനിയുള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് മറ്റ് ഇതിലേക്ക് മാറ്റിയ മറ്റ് വിമാന കമ്പനികളിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതരായ ചിലരാണ്. കാരണം അവർക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് മാത്രം അവർ മറ്റ് ഇടങ്ങളിലേക്ക് കമ്പനികളെ ആശ്രയിക്കുന്നു. വലിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റ് ക്യാൻസൽ ചെയ്തവരോട്, റദ്ദ് ചെയ്തവരോട് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതിക്കുള്ളിൽ, അതായത് ഈ അടുത്ത ദിവസങ്ങൾ 10-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ യാത്ര പുനഃക്രമീകരിക്കാം എന്നതാണ്. ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. അതിൽ ടിക്കറ്റ് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ആ ദിവസങ്ങളിൽ സാധുവായിരിക്കും എന്നൊരു അറിയിപ്പാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പലരും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സാഹചര്യം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലും അവർക്ക് യാത്ര സാധ്യമാകുമോ എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജീവനക്കാരുടെ സമരം പിൻവലിച്ചിട്ടില്ല. സമരം സംബന്ധിച്ച് ഇതുവരെയും ഒരു കാര്യമായ തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തേക്ക് ടിക്കറ്റ് സാധുവാകുമോ എന്നൊരു കാര്യം ഡാനി നിൽക്കുക. ശ്രീ മുരളി നമുക്കൊപ്പം ചേരുന്നു. എയർ ട്രാവൽ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ശ്രീ മുരളി, ഇത് യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ സംഭവിച്ചത്? ജീവനക്കാരുടെ ആവശ്യം ന്യായമാണോ? ഏത് തരത്തിലാണ് ഇത് പരിഹരിക്കുന്നത്? എയർ ഇന്ത്യയുടെ പഴയ എയർ ഇന്ത്യയുടെ ഉള്ള ക്യാബിൻ ക്രൂസ് ആണ്. അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതിന്റെ പേര് BMS-ന്റെ യൂണിയനാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് ഇത് സമരത്തിലുള്ളത്. അവര് സീനിയർ ആയിട്ടുള്ള സ്റ്റാഫാണ്. ഇവർ ഈ സീനിയർ സ്റ്റാഫ് ഇല്ലാതെ ഈ ക്യാബിൻ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ അതല്ല ഇഷ്യൂ. ഇവിടെ ഇഷ്യൂ ഈ എയർ ഇന്ത്യ യാത്രക്കാരോട് കാണിക്കുന്നത് കടുത്ത ക്രൂരതയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ എമർജൻസി ഘട്ടങ്ങളിൽ ഫ്ലൈറ്റുകൾ ഇവിടെ പണ്ടൊക്കെ പല ഫ്ലൈറ്റുകൾ നിരന്തര ഫ്ലൈറ്റുകൾ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. നമ്മളിവിടെ 8-10 ഹോട്ടലിൽ അവരെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അടുത്ത് വരുന്ന ഫ്ലൈറ്റിൽ നമ്മൾ കയറ്റിവിടും. അടിയന്തരമായിട്ട് വിസ എക്സ്പയറി ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് മറ്റുള്ള വിമാന കമ്പനിയിൽ ടിക്കറ്റ് എൻറോൾ ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞയക്കും.
ഇതാണ് സ്വാഭാവികമായിട്ട് ഇവ ചെയ്യേണ്ടത്. ഇനി ഹോട്ടൽ അക്കോമഡേഷൻ വേണ്ടാത്ത യാത്രക്കാരുണ്ട്, അവർക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള ടാക്സി ചാർജ് കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊന്നും എയർ ഇന്ത്യ ചെയ്യുന്നില്ലെങ്കിൽ എയർ ഇന്ത്യക്കെതിരെ നിയമപരമായിട്ട് നടപടി എടുക്കാൻ ഇവിടുത്തെ യാത്രക്കാർ തയ്യാറാവണം. അതിന് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ അവരുടെ പിന്നിലുണ്ടാവും, അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും, അവരോടൊപ്പം ഞങ്ങൾ ജോയിൻ ചെയ്യും. ഈ ഇപ്പൊ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം അവർ യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ സൊല്യൂഷൻ അവർ മുന്നോട്ട് പറയുന്നില്ല. അല്ലല്ല, ഈ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞത് അതൊരു മാന്യതയുടെ ഭാഗമായിട്ട് അവർ ക്ഷമ ചോദിക്കുന്നുള്ളൂ. അവർ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ചില ആളുകൾ ജോലി നഷ്ടപ്പെടുന്നവര്, വിസ നഷ്ടപ്പെടുന്നവര്, ഭർത്താവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവര് സുഖമില്ലാതെ അത്യാസന്നൊക്കെ എടുക്കുമ്പോൾ അവരെ കാണാൻ പോകുന്നവര്, അങ്ങനെയുള്ള എമർജൻസി, അത് കണ്ടമാനം ടിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, 4 5 ടിക്കറ്റ് ഉണ്ടാവുള്ളൂ. അത് നേരിട്ട് ഇപ്പൊ ചെയ്തിരുന്നത് മറ്റു എയർലൈൻസിൽ, അതായത് ഇവിടുന്ന് നേരിട്ട് എമിറേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മസ്കറ്റ് വഴി പോകുന്ന ഒമാൻ എയർ ഉണ്ട്, ഗൾഫ് എയർ ഉണ്ട്, മറ്റേ ഇതുണ്ട്, മറ്റേ എയർ അറേബ്യ ഉണ്ട്, പല വിമാന കമ്പനികളും ഉണ്ട്. ഇനി ദുബായിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഷാർജയ്ക്ക് കൊടുക്കണം, ഷാർജയ്ക്ക് അല്ലെങ്കിൽ അബുദാബിക്ക് കൊടുക്കണം. UAE എത്തിപ്പെടാനുള്ള അടിയന്തരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, UAE കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. കൂടുതൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിട്ടുള്ള UAE ഇതിന് തയ്യാറല്ലെങ്കിൽ വിമാന കമ്പനി പറയണം അവര് കോമ്പൻസേഷൻ അവര് ഇത് കൊടുക്കാം, റീഫണ്ട് കൊടുക്കാം. ഇത് 4 5 മാസം മുമ്പ് വളരെ ലോ റേറ്റിൽ എടുത്ത ടിക്കറ്റ് ഇപ്പൊ ഇന്ന് പോകുന്ന ടിക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ഫെയർ ആയിരിക്കും. അവര് എടുത്ത ടിക്കറ്റിന്റെ ഇരട്ടിയോ അതിന്റെ ഇരട്ടിയോ ആയിരിക്കും. അപ്പൊ അതിലൊരു ന്യായീകരണമൊന്നുമില്ല. പക്ഷെ അടിയന്തരമായിട്ട് എയർ ഇന്ത്യ അതിൽ ശ്രദ്ധിക്കണം. ടാറ്റ ഗ്രൂപ്പാണ്, അവർക്ക് ബിസിനസ് അറിയാവുന്നവരാണ്, എങ്ങനെ യാത്രക്കാരോട് ബിഹേവ് ചെയ്യണമെന്ന് അവരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമായും ഈ എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് അടിയന്തരമായി ഈ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഈ ഫ്ലൈറ്റുകളെ ബാധിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതലുള്ളത് 90% ഫ്ലൈറ്റുകളും കേരളത്തിൽ നിന്നാണ്. അപ്പൊ ഇത് ബാധിച്ചിട്ടുള്ള ഇവിടുത്തെ മലയാളികളെ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ആരോട് എന്ത് പറയുന്നുള്ളത്? ഇവിടെ വിദേശകാര്യ സഹമന്ത്രി ഉണ്ടല്ലോ, വിദേശകാര്യ സഹമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ യൂണിയനാണ്. അടിയന്തരമായി ഇടപെട്ട് യാത്രക്കാർക്ക് റിലീഫ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെടണം. സംസ്ഥാന സർക്കാരിന് ആരോട് ചോദിക്കാമെന്നുള്ളത് എനിക്കറിയില്ല. ട്രാൻസ്പോർട്ട് മന്ത്രി ഇവിടെ ഉണ്ടോന്നുള്ളത്, ട്രാൻസ്പോർട്ട് മന്ത്രിക്കാണ് വ്യോമനത്തിന്റെ ചാർജ്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇല്ല, പിന്നെ ആരോട് പറയാൻ? ഇവിടെ നമ്മളൊക്കെ വലിയ ദുഃഖത്തിലാണ്. ആരോടും പറയാനില്ല. ചോദിച്ചാൽ എയർ ഇന്ത്യയോട് ആരെയും വിളിച്ചിട്ട് നമുക്ക് ഇന്ന് കാലത്തോട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആരെയും നമുക്ക് കിട്ടുന്നില്ല. അവർ നിസ്സഹായരാണ്. ഇവിടുത്തെ പാവപ്പെട്ട ജീവനക്കാരോട് നമ്മൾ വഴക്കടിക്കാൻ നിന്നിട്ടോ അവരെ തെറി വിളിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മേലെന്ന് കിട്ടുന്ന ഡയറക്ഷൻ അവരോട് യാത്രക്കാരോട് പറയാമെന്ന് മാത്രമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് വേണ്ടത്. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട സംഭവം ഇതാണ്. യാത്രക്കാർക്ക് അടിയന്തരമായിട്ട് വിസ എക്സ്പയർ ഉള്ളവർ, അതുമായി ബന്ധപ്പെട്ട അർജന്റ് ആയിട്ടുള്ളവർക്ക് അടുത്ത വിമാന കമ്പനിയിൽ എൻഡോഴ്സ് ചെയ്ത് കൊടുത്ത് അവരെ യാത്ര അയക്കാൻ പറ്റണം. ഇനി അഥവാ ഇനി 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവരുടെ യാത്രാ ചെലവ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഹോട്ടലിൽ താമസിപ്പിക്കണം. ഇതാണ് അവർ ചെയ്യേണ്ടത്. ശ്രീ മുരളി, അടിയന്തരമായിട്ട് ഈ നടപടി വേണം. ശരി, താങ്കൾ ഒന്ന് തുടരുക. ശ്രീ നൌഷാദ് നമുക്കൊപ്പം ഉണ്ട്, അൽസാദ് ട്രാവൽസിന്റെ. ശ്രീ നൌഷാദ്, എങ്ങനെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലെ യാത്രക്കാരെ ഇത് ബാധിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ സമരം ഉണ്ടാവുന്നത്. അവിടെ എങ്ങനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? നമ്മള് ഓഫീസിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് ഒരുപാട് പേര് ഇപ്പൊ എയർപോർട്ടിൽ കുടുങ്ങിയിട്ടുള്ള രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ഇത് ഇങ്ങനെ മുടങ്ങുമെന്നും യാത്ര മുടങ്ങുമെന്നും. ഒരു വിവരവും കൊടുക്കാതെ ഇത് ഈ തൊഴിലാളി എന്ന നിലയിലാണല്ലോ അവർ ചെയ്തത്. അവരോട് പറയാനുള്ളത് ഓരോ ജോലിക്കും ഓരോ എത്തിക്സ് ഉണ്ട്. ഇപ്പോ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ മിന്നൽ പണിമുടക്ക് നടത്താൻ പാടില്ല, ആംബുലൻസിന്റെ ഡ്രൈവർ മിന്നൽ പണിമുടക്ക് നടത്താൻ പാടില്ല. അതേപോലെ തന്നെ ഇത്തരം നല്ല അവശ്യ സർവീസുകൾ നടത്തുന്നവരും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അവകാശങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ, ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും സംസാരിക്കാം, തൊഴിലാളികൾ പ്രത്യേകിച്ച്. ഒരുപാട് പേര് ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതില് ഈ റീഫണ്ട് ചെയ്യാന്ന് പറയുന്നെങ്കിൽ ഈ പൈസകൾ റീഫണ്ട് കിട്ടൂല. നമ്മൾ ഒരുപാട് മുമ്പ് ഇതുപോലെ ഒരുപാട് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അവസാനം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ട്രാവൽ ഏജൻസികൾക്കായിരിക്കും. നമ്മൾ അറിയുന്നില്ലല്ലോ ഇത്. 3-4 ദിവസം മുമ്പ് ഇവർ പ്ലാൻ ചെയ്ത സംഗതി ഇന്നലെ ഉച്ചയ്ക്ക് കൂടി നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി പോകേണ്ട. അത് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ടിക്കറ്റുകളാണ് എമർജൻസി ടിക്കറ്റുകൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് നിമിഷം അവസാന ദിവസം 12 മണിക്കൂറിനൊക്കെ ഉള്ളിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ടിക്കറ്റുകളാണ് എമർജൻസി ടിക്കറ്റുകൾ. ഒന്നുകിൽ ഈ സമരം ഒരു 12 24 മണിക്കൂർ മുന്നേ അറിയിച്ചിരുന്നെങ്കിൽ ഈ എമർജൻസിയിലുള്ള ആരും അധികം കയറൂല. ഇതിൽ ഏറ്റവും പറ്റിയത് അവസാനത്തെ നിമിഷം ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ സമരം കൊണ്ട് ആർക്കാണ് നേട്ടം എന്ന് ചോദിച്ചാല്
മറ്റുള്ള വിമാന കമ്പനികൾക്കാണ്, ഇന്ത്യയിൽ തന്നെയുള്ള സ്വകാര്യ വിമാന കമ്പനികൾക്ക് ഇതിന് നേട്ടമുണ്ട്. കാരണം ഈ വാർത്തയിൽ തന്നെ പറഞ്ഞൊരു സംഗതി, മറ്റൊരു വിമാന കമ്പനിയിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അവർക്ക് സ്ലോട്ട് അവിടെ ബാക്കിയുണ്ടെന്ന് ഇവർക്ക് അറിയാം. മാത്രമല്ല ഇങ്ങനെയുള്ളൊരു ഇന്ത്യയുടെ ഒരു വിമാന കമ്പനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കാലാകാലങ്ങളായിട്ട് ഇതിനുള്ളിലുള്ള ജീവനക്കാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ നിരന്തരം പണിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. മാത്രമല്ല പല സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതേ വിമാന കമ്പനിയുടെ സമയത്ത്, അതായത് നമ്മുടെ ദേശീയ വിമാന കമ്പനിയുടെ സമയത്തിനോട് തൊട്ടടുത്ത് 5-10 മിനിറ്റ് ഇടവിട്ട് വിമാന സർവീസ് നടത്തുന്ന മറ്റുള്ള കമ്പനിയൊക്കെ ഇതിന്റെ നേട്ടമാണ്. ഇത് തകർന്നു പോയാൽ ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം അവർക്കാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നു ചോദിക്കും. നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു 10 ദിർഹംസ് കുറച്ച് കിട്ടിയാൽ അവരതിലെടുക്കും. കാരണം അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് പലരും. ഇപ്പൊ ഓൺലൈനിലൊക്കെ വരുന്ന ഒരു ആരോപണം അതായിരിക്കും, എന്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ പ്രശ്നമുള്ള കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ സമയം അതുപോലെ തന്നെ പൈസ കുറവ് അതൊക്കെ നോക്കിയിട്ട് വീണ്ടും എടുത്തു പോകുന്നതാണ്. ഈ ബിസിനസ്സുകാരും വലിയ കച്ചവടക്കാരും ഒന്നും ഒരിക്കലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബഡ്ജറ്റ് എയർലൈൻസിൽ ടിക്കറ്റ് എടുക്കില്ല. അവർ എമിറേറ്റ്സിലും അതുപോലുള്ള വലിയ എയർലൈൻസിലൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടാവും. ഇതിൽ വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അവസാനം സ്ലോട്ട് ഉള്ളത് ഒക്കെ നോക്കിയിട്ടാണ് ഇതിൽ ടിക്കറ്റ് എടുക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പറ്റുക. ഇപ്പൊ തൊഴിലാളികളുടെ അവകാശത്തെ കുറിച്ച് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ തൊഴിൽ സമരക്കാർ ആലോചിക്കേണ്ടത്, അതിനേക്കാളും ബുദ്ധിമുട്ടി അന്യരാജ്യത്ത് പോയി പണിയെടുത്ത് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ വരുന്നത്. അതുപോലെ കുട്ടികൾ, കുടുംബം, അതുപോലെ തന്നെ രോഗികൾ, എമർജൻസി ആയിട്ട് നാട്ടിൽ എത്തേണ്ട കേസുകൾക്കാണ് ഇവർ ഇത് വെച്ചേക്കുന്നത്. 2-3 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാം. രാത്രി 12 മണിക്കുള്ള ഫ്ലൈറ്റിൽ പോകേണ്ട ആൾക്കാർ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കൊടുത്ത് ഉള്ളിൽ കയറി അവസാനത്തെ നിമിഷം ഇത് ക്യാൻസൽ ആകുമ്പോൾ തിരിച്ചെടുമ്പോൾ റൂം പോലും ഉണ്ടാവില്ല കിടക്കാൻ. കാരണം ഒരു ബെഡ് സ്പേസ് അടുത്തൊരാളിന് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ തൊഴിലാളി എയർപോർട്ടിലേക്ക് പോകുന്നത് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ. അതുപോലെ തന്നെ മറ്റേ ഈ വിസ ക്യാൻസലേഷന്റെ കാര്യം പറഞ്ഞത്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞത് UAE-യിലേക്കുള്ള കംപ്ലീറ്റ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് നാട്ടിൽ 1400-1500 ആണ് റേറ്റ്. ഇപ്പൊ നേരിട്ട് അതേസമയം ഇതേ ഫ്ലൈറ്റ് മസ്കറ്റിലേക്ക് വരുമ്പോൾ 500 രൂപയ്ക്ക് കിട്ടും ടിക്കറ്റ്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്യുന്ന, ഇപ്പൊ അതുകൊണ്ട് ഇപ്പോ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് UAE-യിലേക്ക് വരുന്നവര് ഒമാനിലേക്ക് 10 ദിവസത്തെ വിസിറ്റ് വിസ 100 ദിർഹംസ് കൊടുത്തെടുത്ത് ഒമാനിൽ വന്നിട്ട് ഒമാനിൽ നിന്ന് ബസ്സിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അനീതിപരമായ ടിക്കറ്റ് 1200-1300 ദിർഹംസ് ആണ്. അതായത് 30,000 രൂപയ്ക്ക് അടുത്ത് വരും ടിക്കറ്റിന്. അത്യാവശ്യം ജോലി കിട്ടിയവർക്ക്, ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് വരേണ്ടി വരും. പക്ഷേ ടിക്കറ്റ് മാസങ്ങളായിട്ട് ഈ റേറ്റിനാണ് പോണത്. ഒരു എത്തിക്സും ഇല്ല, ഈ കാണിക്കുന്നതിൽ. രാജ്യത്തിനോട് സ്നേഹമോ ജനങ്ങളോട് സ്നേഹമോ സ്വന്തം സമൂഹത്തിനോട് സ്നേഹം ഇല്ലാത്തതാണ്. ഇത് ജീവനക്കാരുടെ പ്രശ്നം മാത്രമാണോ? നമുക്ക് അറിയാൻ കഴിയുന്നത് ജീവനക്കാരും മാനേജ്മെന്റുമായും കത്തിടപാടുകൾ പലത് നടന്നു, അവർ ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ജീവനക്കാരും മാനേജ്മെന്റും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും തന്നിട്ടുള്ളൊരു ഒത്തുകളിയാണിത്. മറ്റുള്ള എയർലൈൻസുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്തുകളിയാണ്. ഒരുപക്ഷെ ചില സംഘടനകളും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇതിന്. കാരണം സാധാരണക്കാർക്ക് ഒരു വിലയില്ലല്ലോ നാട്ടിൽ. അറിയാലോ, ഏത് മേഖലയിൽ നോക്കിയാലും സാധാരണക്കാരന് മറ്റൊരു ജീവിയുടെ വില പോലും ഇല്ലാത്ത രൂപത്തിലാണ് പോകുന്നത്. ഒരുത്തം പ്രവാസിയാവുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ്. അതുപോലും പരിഗണിക്കുന്നില്ല. ശരി, നന്ദി നൗഷാദ് സംസാരിച്ച. അനുമോദ്, ഈ എയർ ട്രാവൽ സംഘടനയിലുള്ളവർ സംസാരിക്കുന്ന പോലെ സ്വാഭാവികമായും എയർ ഇന്ത്യയുടെ സർവീസുകൾ റദ്ദാക്കപ്പെടുമ്പോൾ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡിമാൻഡ് മറ്റു സ്വകാര്യ കമ്പനികൾക്ക് ഗുണപ്പെടും. നമ്മളോട് മുമ്പ് പ്രതികരിച്ച പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യമായി എത്തണം, അതുകൊണ്ട് ഉയർന്ന തുകയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയെന്ന്. അപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധി മറ്റൊരു കമ്പനിക്ക് ചാകരയാവുന്നു എന്ന സാഹചര്യമുണ്ട്. സമാനമായ കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും സജിത്ത്, നമ്മൾ ഇവിടെ കാണുന്ന നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ തന്നെ അടിയന്തരമായിട്ട് ഇന്ന് തന്നെ അവിടെ എത്തേണ്ടവരുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച അദ്ദേഹം പോലും ഇന്ന് വിസ അവസാനിക്കുകയാണ്, തിരിച്ചു പോയേ പറ്റൂ. സ്വാഭാവികമായിട്ട് ഇവിടെ ഇന്ന് ഫ്ലൈറ്റ് ഇല്ല. ഇനി അടുത്ത വിമാനത്താവളം അടുത്തുള്ളത് കണ്ണൂരോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയോ തിരുവനന്തപുരത്തോ പോയിട്ട് വേണം. അവിടെ ഏതാണോ ലഭ്യമായിട്ടുള്ളത് അതിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർ ഇന്ത്യയുടെ കൗണ്ടറിന് മുൻപിൽ ആളുകളൊന്നും തന്നെ അധികം നിൽക്കുന്നില്ല. വളരെ കുറച്ചു പേർ മാത്രമാണുള്ളത്. അത് ഉംറയ്ക്ക് പോകാൻ എത്തിയവരും മറ്റുമാണ് ഉള്ളത്. അവരൊക്കെ തന്നെ ഇനി തിരിച്ചു പോകണോ അതോ
ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ, ഇവിടെ തങ്ങണോ, എന്നായിരിക്കും ടിക്കറ്റ് ലഭിക്കുക എന്നീ കാര്യങ്ങളൊന്നൊരു വ്യക്തത കിട്ടാത്തതുകൊണ്ട് എയർ ഇന്ത്യയുടെ ജീവനക്കാരുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചുരുക്കത്തിൽ ഇവിടെ നിന്ന് ഇനി പോവുക എന്നുള്ളത് ഇനി നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയിട്ടോ കണ്ണൂരിലേക്ക് പോയിട്ടോ ഒക്കെ വേണം. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇവിടുന്ന് വിമാനങ്ങൾ കുറവാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ എത്തിയാൽ നമുക്കറിയാം കോഴിക്കോടിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറം, പാലക്കാട് തുടങ്ങിയ 3-4 ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂരിലേത്. ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനത്തെ വിമാനത്താവളമാണ് കരിപ്പൂർ. അപ്പോൾ ഇവിടെ എത്തിയവരിൽ മിക്കവാറും ഇപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ് ചെയ്തത്. കാരണം പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, കാരണം എന്നേക്ക് പോകാമെന്ന് കഴിയുമെന്ന് ഉറപ്പ് പറയുന്നില്ല, താമസിക്കാൻ സൗകര്യം തരുന്നില്ല. ആ സാഹചര്യത്തിൽ പലരും പ്രതിഷേധം മതിയാക്കി തിരിച്ചു പോയിട്ടാണുള്ളത്. പലരും പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം അവരോടൊക്കെ സംസാരിച്ചാൽ എന്തായിരിക്കും കാരണം എല്ലാവരും അവരുടെ ചേട്ടാ യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കരിപ്പൂരിലടക്കം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എയർ ഇന്ത്യ കൗണ്ടറിന് ചുറ്റും ആളുകൾ കാത്തു നിൽക്കുകയാണ്. കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ അധികൃതർക്കും കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഒപ്പം സ്വകാര്യ കമ്പനികൾ ഇതൊരു അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നതാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇതിന് പരിഹാരമുണ്ടായേക്കാം. ഒരുപക്ഷേ ഈ സമരം പരിഹരിക്കാൻ ദിവസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരു ഇടവേളയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ആയുധമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. ഇടത്തില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ കേരളം വിട്ടുപോയി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുനീക്കം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി മടങ്ങി വരാം.